സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് മൂക്കുരു വരാറുണ്ട് അല്ലേ? കാരണം നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെയർ നശിച്ചു പോയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആക്നെ വരുന്നത്. ആ സമയത്ത് സാലിസിലിക് ആസിഡ്, ബെൻസോയിൽ പെറോക്സൈഡ്, അതുപോലെ റെറ്റിനോൾ പോലുള്ള ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നതാണോ സേഫ് ആയിട്ടുള്ളത്? ഈവൻ ദോ നമ്മുടെ ഓയിലി സ്കിന്നാണ്, ഒരു ഓയിലി സ്കിന്നാണ്, പക്ഷേ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അല്ല, സ്കിൻ ബാരിയർ റിപ്പയർ ആക്കാനാണ്. അപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യാനായിട്ട് നല്ലത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ജെന്റിലായിട്ടുള്ള ഫേസ് വാഷസ്, അതായത് നമ്മുടെ ഏറ്റവും ജെന്റിലായിട്ടുള്ള കോസ്റെക്സിൻ്റെ ലോ പി എച്ചിലുള്ള ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. സെറ്റാഫിൻ്റെ ജെന്റിൽ ഫേസ് വാഷോ നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഓട്സ് ക്ലെൻസറോ ഒക്കെ നമുക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഓയിലി സ്കിൻകാർക്കുള്ള നോൺ കോംബ്രോജനിക് മോയ്സ്ചറൈസേഴ്സ്, അതുപോലെ ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ഉണ്ട്. നമ്മൾ മിനിമലിസ്റ്റിൻ്റെ പുതിയ പിങ്ക് മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ഫോർമുല എക്സിൻ്റെ ഹൈഡ്രാവെയിൽ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. ഇങ്ങനത്തെ മോയ്സ്ചറൈസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ സൺസ്ക്രീനിൽ ഫോളോ അപ്പ് ചെയ്യാം. പിന്നെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് അസലിക് ആസിഡോ ക്ലിൻഡാമൈസിനോ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലാണ്ട് ബെൻസോയിൽ പെറോക്സൈഡ് ഡയറക്റ്റ് യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങൾ ഡോട്ട് കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.